ഹായ് ഓൾ, +1 ഫിസിക്സ് ഓസിലേഷൻ പാർട്ട് 2. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, വായിച്ചു നോക്കും. എ മാസ് ഓഫ് 4 കിലോഗ്രാം സസ്പെൻഡഡ് ഫ്രം എ സ്പ്രിംഗ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് 800 എക്സിക്യൂട്ട്സ് SHM ഇഫ് ദ ടോട്ടൽ എനർജി ഈസ് 4 ജൂൾ, മാക്സിമം ആക്സലറേഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ടോട്ടൽ എനർജി ഒരു പാർട്ടിക്കിൾ SHM-ലാണെങ്കിൽ എൻ്റെ ടോട്ടൽ എനർജി എത്രയാണ് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതല്ലേ? ടോട്ടൽ എനർജിയുടെ ആൻസർ ½kA² എന്നാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ടോട്ടൽ എനർജി തന്നിട്ടുണ്ട്, 4 ജൂൾ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഗിവൺ ആണ്. ഇനി നമുക്ക് നോക്കാം. ഹാഫ് എഴുതി, കെയുടെ വാല്യൂ 800 ആണ്, A² ഈക്വൽ ടു 4 എന്നാണ്. അപ്പോൾ 400 A² ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് A² ഈസ് ഈക്വൽ ടു എത്ര വരും? 4/400. അപ്പോൾ 1/100. അപ്പോൾ എയുടെ വാല്യൂ എത്ര വരും? 1/10 എന്ന് വരും. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. എന്താണ് വേണ്ടത്? 4 ജൂൾ മാക്സിമം ആക്സലറേഷൻ. ആക്സലറേഷൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആക്സലറേഷൻ മാക്സിമം. ആക്സലറേഷൻ്റെ ആൻസർ -ω²A എന്നാണ് മാക്സിമത്തിൻ്റെ. അപ്പോൾ ഇവിടെ ω²A എന്നിട്ടാൽ മതി. ഓക്കെ, ഇനി എന്താണ് ω²? ω² എന്ന് പറഞ്ഞാൽ K/m എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. K/m എന്നാണ്. ദെൻ A പഠിച്ചല്ലേ? ω² ഈസ് ഈക്വൽ ടു K/m എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നിങ്ങൾ തന്നെ ഇവിടെ നോക്കുക, കെയുടെ വാല്യൂ എത്രയാണ്? വട്ട് ഈസ് K? 800 ഡിവൈഡഡ് ബൈ മാസ് ഇവിടെ 4 ആണ്. എയുടെ ആൻസർ ഇവിടെ 10 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഇത് വെട്ടി, ബാക്കി ആൻസർ 20 എന്നാണ്. അപ്പോൾ ആൻസർ ഇതാ ഇവിടെ ഉണ്ട്, 20 എന്നാണ്. ഓപ്ഷൻ ഡി ആണ്. അടിപൊളിയല്ലടാ? അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി ആണ് നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ചഡ് ബൈ 5 cm by a force 10 Newton. The time period of oscillation when mass of 2 kilogram is suspended എന്നാണ് ക്വസ്റ്റ്യൻ. സ്പ്രിങ്ങിനെ എത്ര ദൂരം വലിച്ചുകൊണ്ട് പോയി? 5 cm വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ എക്സിൻ്റെ ആൻസർ 5 cm, 5 × 10⁻²2 മീറ്റർ. ഇനി എത്ര ഫോഴ്സാണ് കൊടുത്തത്? 10. ഇനി എത്ര മാസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 2 കിലോഗ്രാം. വാട്ട് ഈസ് എ ടൈം പീരീഡ്? അപ്പോൾ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം പീരീഡ് ആണല്ലോ ഇക്വേഷൻ എന്താ? 2π√m/k എന്നാണ്. ഓക്കെ, ഇനി K എങ്ങനെ കാണും? F ഈസ് ഈക്വൽ ടു KX എന്നാണ്. ഓക്കെ, അപ്പോൾ K എന്ന് പറഞ്ഞാൽ എന്താ? F/x എന്നാണ്. അപ്പോൾ നമുക്കിവിടെ T ഈസ് ഈക്വൽ ടു 2π√m അതുപോലെ എഴുതി. Kക്ക് പകരം F/x, X ഇനി മേലിൽ വരും. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു 2π പറഞ്ഞോളൂ √m-ൻ്റെ ആൻസർ എത്രയാണ്? m-ൻ്റെ ആൻസർ 2 എന്നാണ്. എക്സിൻ്റെ ആൻസർ 5 × 10⁻² എന്നാണ്. ബൈ എഫിൻ്റെ ആൻസർ ഇവിടെ 10 എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ 2π × 10⁻²ൻ്റെ റൂട്ട് എത്ര? 10⁻⁻1. അപ്പോൾ 2 × 3.14/10 എന്നങ്ങ് എഴുതിയാൽ പോരെ? അപ്പോൾ 6.28/10 = 0.628 എന്ന് വരും. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ പേടിപ്പിച്ചോ നിങ്ങളെ? പിന്നെന്തിനാണ് അന്തം വിട്ടേ? സമാധാനമായിട്ടിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അസർഷൻ റീസൺ ടൈപ്പാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ്? വെൻ സിമ്പിൾ പെൻഡുലം ഈസ് മെയ്ഡ് ടു ഓസിലേറ്റ് ഓൺ സർഫസ് ഓഫ് മൂൺ. മൂണിൻ്റെ സർഫസിൽ കൊണ്ട് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ടൈം പീരീഡ് ഇൻക്രീസസ്, ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം കാണാനുള്ള ഇക്വേഷൻ 2π√L/g അല്ലേ? അപ്പോൾ ജി മൂണിൽ ജി സ്മോൾ അല്ലേ? ജിയുടെ വാല്യൂ സ്മോൾ ആണ്. ജി സ്മോൾ ആകുമ്പോൾ ടി മോർ ആണ്. അപ്പോൾ കറക്റ്റാണ്, അസർഷൻ കറക്റ്റാണ്. ഇനി മൂൺ ഈസ് മച്ച് സ്മോളർ ആസ് കമ്പയർഡ് ടു എർത്ത്. മൂൺ എർത്തിനേക്കാളും ചെറുതാണ്. ഓക്കെ, അതും കറക്റ്റാണ്. പക്ഷേ ആദ്യത്തെ യാതൊരു ബന്ധവും രണ്ടാമത്തേനില്ല. അപ്പോൾ അസർഷനും റീസണും കറക്റ്റാണ്. പക്ഷേ റീസൺ എന്ന് പറയുന്ന അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. അടിപൊളി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ഇതാ എന്താണ്? എ സ്പ്രിംഗ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് K ഈസ് കട്ട് ഇൻ ടു ലെങ്സ് ഇൻ ദ റേഷ്യോ 1:2:3. ഒരു സ്പ്രിങ്ങിനെ കട്ട് ചെയ്തു. സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണ്, അതിനെ കട്ട് ചെയ്ത് 3 പീസാക്കി. 1:2:3 റേഷ്യോയിൽ കട്ട് ചെയ്തു. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദ ന്യൂ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് K'. Okay, then they are connected in parallel. The spring constant is K double dash.
വാട്ട് ഈസ് കെ ഡാഷ് ഈസ് ടു കെ ഡബിൾ ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഓരോ ലെങ്തുകളും നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ കേസ്, ഒറിജിനൽ സ്പ്രിങ് ആണ് ഞാൻ പറയുന്നത്. ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അപ്പോൾ ഇവിടുന്ന് എഫ് ഈസ് ഈക്വൽ ടു കെ എൽ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, കാരണം സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്? എൽ ആണ്. ഇനി ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് കെ ഈസ് ഈക്വൽ ടു എഫ് ബൈ എൽ എന്നുള്ള ഇക്വേഷനൊക്കെ നമുക്കിവിടെ എഴുതി വയ്ക്കാം. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്കിവിടെ ഒറിജിനൽ ലെങ്ത് അല്ലല്ലേ, അതിനെ 1:2:3 റേഷ്യോയിൽ കട്ടാക്കി ഓരോ പീസും ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ്. അപ്പോൾ ലെങ്ത് ഫസ്റ്റ് പീസിൻ്റെ ലെങ്ത് എത്ര വരും? ഒറിജിനൽ ലെങ്തിൻ്റെ 1:2:3 റേഷ്യോയിലാണ് കട്ട് ചെയ്തത്. 1ഉം 2ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 6 ഓവർ ദാറ്റ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പീസിൻ്റെ ലെങ്ത്. അപ്പോൾ L/6 എന്നാണ് ആദ്യത്തെ പീസിൻ്റെ ലെങ്ത്. ഓക്കെ, ഫസ്റ്റ് പീസിൻ്റെ ലെങ്ത് L/6 ആണ്. സെക്കൻഡ് പീസിൻ്റെ ലെങ്ത് എത്ര വരും? ഒറിജിനൽ ലെങ്തിൻ്റെ ഓവർ 6 എത്ര വരും? 2. ഓക്കെ, അപ്പോൾ 2 പാർട്ടാണ്. അപ്പോൾ 2L/6 എന്നാണ്. ഇനി തേർഡ് പാർട്ടിൻ്റെ ലെങ്ത് L ഇൻറ്റു ഓവർ 6 എത്രയാണ്? 3 ആണ്. അപ്പോൾ 3L/6 എന്നാണ്. ഇതുവരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓരോ പീസിൻ്റെയും. ഫസ്റ്റ് പീസിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് നമുക്ക് K1 എന്ന് വിളിക്കാം. എന്താ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എങ്ങനെ കാണും? F/L മനസ്സിൽ കാണണം. ഓക്കെ, മനസ്സിലേ കാണാവൂ. നമുക്ക് ആൻസർ എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? KL അല്ലേ? ഒറിജിനൽ സ്പ്രിംഗ് ആണ്, അതിനകത്തൊരു ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എഫ് സെയിം എന്നാണ് എല്ലാ കേസിലും. ഓക്കെ, അപ്പം 3 പീസായാലും അതിൽ കിട്ടുന്ന എഫ് സെയിം ആണ്. അപ്പോൾ എഫിൻ്റെ ആൻസർ KL ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് L1. ഓക്കെ, ഫസ്റ്റ് പീസ് ആയിട്ടുണ്ട്. അപ്പോൾ KL അതുപോലെ എഴുതി. എന്താണ് L1ൻ്റെ ആൻസർ? L/6 എന്നാണ്. ആ 6 മേൽ പോകും. അപ്പോൾ 6K എന്ന് വരും. ഇനി സെക്കൻഡ് പീസിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എങ്ങനെ വരും? വീണ്ടും F/L മനസ്സിലേ കാണും. ഇനി എഫിൻ്റെ ആൻസർ KL ആണ്. ഒറിജിനൽ ചിന്തിക്കുക. ഡിവൈഡഡ് ബൈ L എന്ന് പറയുന്നത് L2 ആണ്. അപ്പോൾ KL ഡിവൈഡഡ് ബൈ L2ൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് 2L/6. 6 മേൽ വരും. അപ്പോൾ L ക്യാൻസലായി. ഇപ്പോൾ 3K എന്ന് വരും. പേടിച്ചില്ലാരും. ഇനി തേർഡ് പാർട്ടിൻ്റെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എങ്ങനെ കാണും? F/L മനസ്സിൽ കാണും, പക്ഷേ എഴുതൂല. ഓക്കെ, ഇനി F എന്ന് പറഞ്ഞാൽ KL ആണ്, L എന്ന് പറഞ്ഞാൽ L3 ആണ്. ഇനി KL അതുപോലെ എഴുതി. L3യുടെ ആൻസർ നിങ്ങൾ തന്നെ പറയുക. വാട്ട് ഈസ് L3? 3L/6 എന്നാണ്. L ക്യാൻസലായി. അപ്പോൾ 2K എന്നാണ്. ഇതുവരെ മനസ്സിലായി. ഇനി ഈ 3 പേരെയും എങ്ങനെ കണക്ട് ചെയ്തു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എങ്ങനെ കാണും? ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K' എന്നെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. 1/K' എന്നല്ലേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2 പ്ലസ് 1/K3 എന്നാണ്. സീരീസ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം മക്കളെ. എന്താണ് ബാക്കി? ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. 1/K' ഈക്വൽ ടു പറഞ്ഞോളൂ. 1/K' ഈക്വൽ ടു 1/K1 എന്ന് പറഞ്ഞാൽ 1/6K, അടുത്തത് 1/K2 എന്ന് പറഞ്ഞാൽ 3K, അടുത്തത് 1/2K. പേടിയില്ല. ഇനി 1/K' ഈക്വൽ ടു 6K ആണ് LCM വരുന്നത്. ആദ്യത്തേൽ 1 പ്ലസ് അടുത്തത് 2, അടുത്തത് 3. ഓക്കെ, അപ്പോൾ 1/K' ആൻസർ എത്ര വരും? 6/6K. ഓക്കെ, അപ്പോൾ 1/K എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/K' ആൻസർ 1/K ആണെങ്കിൽ K' ആൻസർ എത്ര വരും? K' ആൻസർ K എന്ന് വരും. ഇതാണ് സീരീസിൻ്റെ കേസ്. ഓക്കെ, ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്നു ഈ പീസുകളെ. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതാ K ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 എന്നാണ്. ഇവിടെ K എന്നല്ല K" എന്ന് എടുത്തു. അങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് K1 പ്ലസ് K2 പ്ലസ് K3 എന്നാണ്. പേടിച്ചില്ലാരും. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. K" ഈക്വൽ ടു K1ൻ്റെ ആൻസർ എത്രയാണ്? 6K പ്ലസ് അടുത്ത 3K പ്ലസ് അടുത്ത 2K. പേടിച്ചില്ല. ഇനി അപ്പോൾ K"ൻ്റെ ആൻസർ എത്ര വരും? 6 9 11K അല്ലേ? ഇനി നമ്മളത് ചോദിച്ചിരിക്കുന്നത് എന്താ?
കെ ഡാഷ് ഡിവൈഡഡ് ബൈ കെ ഡബിൾ ഡാഷ് എത്ര എന്നാണ് ചോദ്യം. നിങ്ങൾ തന്നെ പറയുക. കെ ഡാഷ് എന്ന് പറഞ്ഞാൽ കെ ബൈ 11K. അപ്പോൾ ആൻസർ എത്ര? 1/11 എന്ന് പറഞ്ഞാൽ 1:11. ഇതായിരിക്കുന്നു ഓപ്ഷൻ ബി ആണ്. അടിപൊളി. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഇക്വേഷൻ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സീരീസിൻ്റെയും പാരലിൻ്റെയും. സീരീസിൻ്റെ അവിടെ കേസിൽ ടോട്ടൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എങ്ങനെ കാണും? കെ ഡാഷ് കാണാൻ എന്താ വഴി? 1/K ഡാഷ് ഈസ് ഈക്വൽ ടു 1/K1 + 1/K2 + 1/K3. പാരലാകുമ്പോഴോ കെ ഡബിൾ ഡാഷ് ഈക്വൽ ടു K1 + K2 + K3. അത്ര മാത്രമാണ് പുതിയതുള്ളത്. ഇനി ഒറിജിനൽ സ്പ്രിങ്ങിൻ്റെ കേസിൽ F ഈസ് ഈക്വൽ ടു KX. ഓക്കെ, അവിടെ ഒറിജിനൽ ലെങ്ത് L ആയതുകൊണ്ട് KL. അതിൽ നിന്ന് K വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, അവിടെ ഇരുന്നോട്ടെ. ഇനി പിന്നെ ആവശ്യമില്ല, F ഈസ് ഈക്വൽ ടു KL. ഈ ഒറിജിനൽ സ്പ്രിങ്ങിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അവിടെ ഉണ്ട്. അത് തന്നെയാണ് 3 പീസിനും കിട്ടുന്നത്. ഓക്കെ, ആ 3 പീസിനെ സെപ്പറേറ്റ് ആക്കി. ഓക്കെ, ആദ്യത്തെ പീസിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഒറിജിനൽ ലെങ്തിൻ്റെ 1/6 അല്ലേ. രണ്ടാമത്തത് ഒറിജിനൽ ലെങ്തിൻ്റെ 2/6. അടുത്തത് 3/6. ഓക്കെ, അത് ചെയ്തെടുക്കുക. അപ്പോൾ 3 ലെങ്തുകളും കിട്ടും. ഇനി കെ എങ്ങനെയാണ് കാണുന്നത്? കെ കാണാൻ F/L എന്ന് ചിന്തിക്കുക. എഫ് എത്രയാണ് ഇവിടെ? KL ആണ്. ഇനി ബൈ L എന്ന് പറഞ്ഞാൽ L1. ഓക്കെ, അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അതേപോലെ K1 K2 K3 കാണുക. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലടാ, അടിപൊളി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാ വരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഓൺ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത്. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2π√L/g എന്നാണ് അല്ലേ. ഇനി സാറ്റലൈറ്റ് അല്ലേ, സാറ്റലൈറ്റിൽ ജിയുടെ വാല്യൂ 0 ആണ്. വെയിറ്റ് ഇല്ലല്ലോ. അപ്പോൾ ജിയുടെ വാല്യൂ 0 ആയാൽ ടൈം പീരീഡ് എത്രയാവും? ഇൻഫിനിറ്റി ആവും. അത് ആൻസർ ഇതാ കിടക്കുന്നു, ഇൻഫിനിറ്റി എന്നാണ്. ഓപ്ഷൻ ഡി ആണ്. അടിപൊളിയല്ലേ? അടിപൊളിയല്ലടാ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. എന്താണ്? എ മാസ് എം ഈ സസ്പെൻഡഡ് ഫ്രം സ്പ്രിംഗ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. ആയിക്കോട്ടെ. സ്പ്രിംഗ് ഈസ് പുൾഡ് എ ലിറ്റിൽ ആൻഡ് ദെൻ റിലീസ്ഡ് സോ ദാറ്റ് മാസ് എക്സിക്യൂട്ട്സ് SHM. അപ്പോൾ ആ കേസിലെ ടൈം പീരീഡ് എന്താണ്? T ഈസ് ഈക്വൽ ടു 2π√M/K എന്നാണ്. ഒരു ഡൗട്ടും ആർക്കും ഇല്ല. ഇനി മാസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ M. അപ്പോൾ പുതിയ ടൈം പീരീഡ് T ഡാഷ് ഈക്വൽ ടു 2π√M + M/K. സംശയമൊന്നുമില്ല. ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നോക്കണം. നമുക്ക് എന്തോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് നമുക്ക് എഴുതാം. T'/T എങ്ങനെ എടുക്കും? ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സെക്കൻഡിനെ ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര വരും? 2π രണ്ടിലും കോമൺ ആണ്, K കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എത്ര വരും? √M + M ഡിവൈഡഡ് ബൈ √M എന്നാണ്. പേടിച്ചൊന്നുമില്ല. അപ്പോൾ T'/T ഈസ് ഈക്വൽ ടു ഒറ്റ റൂട്ടിൻ്റെ അകത്ത് M + M ഡിവൈഡഡ് ബൈ M എന്നാണ്. അപ്പോൾ T'/T ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ, റൂട്ടിൻ്റെ അകത്ത് M/M എത്ര? 1 + M/M. ഇതുവരെ ഓക്കെ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് നേരെ ഒന്ന് വായിച്ചു നോക്കിയാൽ പിടി കിട്ടും. ടൈം പീരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? T' എന്ന് പറയുന്നത് 5/4T എന്ന് പറയുന്നുണ്ട്. അപ്പോൾ T'/T എന്ന് പറയുന്നത് 5/4 വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ 5/4 ഈസ് ഈക്വൽ ടു √1 + M/M എന്ന് എഴുതി കൂടെ സ്ക്വയർ ചെയ്താൽ 25/16 ഈസ് ഈക്വൽ ടു പറയൂ 1 + M/M എന്ന് വരും, ക്യാപിറ്റൽ M. ഓക്കെ, അപ്പോൾ 25/16 - 1 ഈസ് ഈക്വൽ ടു M/M. ഈ 1നെ 16/16 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ എത്ര? 9/16 ഈസ് ഈക്വൽ ടു എത്ര? സ്മോൾ M/M. അതല്ലേ ചോദ്യം. അപ്പം 9/16. അപ്പോൾ ഓപ്ഷൻ എ ആണ്. പൊളിയല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പോൾ ചെറുതായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയുകയാണ്. അസർഷൻ റീസൺ വായിച്ചു നോക്കൂ. റെസണൻസ് is a special case of forced vibration in which natural frequency of vibration of body is same as impressed frequency of external periodic force and amplitude of forced vibration is maximum. നമുക്കറിയാമെന്നുള്ള കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. വായിച്ചു നോക്കുക. എക്സ്റ്റേണൽ ഫ്രീക്വൻസി ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുന്നു. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഇനി റീസൺ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ of a body always increases with increase in frequency. കറക്റ്റാണ്.
ഫ്രീക്വൻസി കൂടുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടുമെന്ന് ഞാൻ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്. ഓക്കെ, റീസൺ റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. അസർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അങ്ങനെ ഓസിലേഷൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഹാപ്പി അല്ലേ? ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ? പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇതെല്ലാം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് നല്ല എക്സ്പെർട്ടുകളാണ്, പുലികളാവണം. അപ്പോൾ ഇപ്പോഴും ഈ വെക്കേഷൻ ടൈമൊക്കെ നമുക്കത് ചെയ്ത് തീർക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.